ഗൈസ് വെൽക്കം ബാക്ക് ടു വൈറ്റ് സോൺ. കുറേ നാളായി വീഡിയോ ഇട്ടിട്ടെന്ന് അറിയാം. ഏട്ടൻ ഫുൾ തിരക്കാണ്ടാണ്. ഇപ്പം പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാനാണ് ആദി. പിന്നെ ക്യാമറയുടെ ബാക്കിൽ ഒരാളുണ്ട്. പിന്നെ ഇന്ന് നമ്മളെന്താ പരിപാടി? നമ്മളൊരു പുതിയ വണ്ടി മേടിക്കാൻ പോകും. ഏതാ വണ്ടി പറഞ്ഞു കൊടുക്കും പിള്ളേർക്ക്? BMW X7 ആണ്. X7 ഇവനാണ് വേണ്ടി. യെസ്, ഇവനാണ് മറ്റേ M4 ചെക്കൻ. പിന്നെ G-Wagon ഒരു റേഞ്ച് റോവറും ഉണ്ട്. M4 ചെക്കൻ ഒരു മണ്ടനെ പോലെ ഉണ്ടല്ലേ? അതെ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം അടുപ്പം നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് മാളിൽ വന്നിട്ടല്ലേ. എന്താണ് മാളിൽ എന്താ വാങ്ങാനുള്ള ഒരു വണ്ടിയൊക്കെ എടുക്കല, അപ്പൊ ഒരു നല്ല ഫിറ്റ്. ഓ, അങ്ങനത്തെ ഒരു സ്റ്റൈല്. ഇവൻ ഇന്ന് സ്കൂളിൽ നിന്ന് ലീവ് എടുത്തേ, പനിയാന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഇപ്പൊ മാളില്. പട്ടിയുടെ പേരെന്താ? പട്ടിയുടെ പേര് പേളി. ഇതായിരുന്നു ക്യാമറമാൻ ആര്യൻ. എവിടെ നാട്ടിലെവിടെയാന്ന് പറഞ്ഞു കൊടുക്ക്. നാട്ടിലെ കൊച്ചി. ഇവൻ കുറച്ചൊരു ഇൻവെർട്ടർ ആണ്. എവിടെ നാട്ടിലെവിടെയാ പറഞ്ഞു കൊടുക്ക്. നമ്മള് ഇവൻ തൃപ്പൂണിത്തുറ, ഞാൻ പാലരോട്ടും. രണ്ടാളും ഒരുമിച്ചാണല്ലോ നാട്ടിൽ പഠിച്ചാലേ. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഇനിയും കാറിന്റെ വ്ളോഗ്സും റീൽസും ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ഇടൂ. ഇങ്ങനത്തെ കണ്ടന്റ്. അതെ, ഇപ്പം പിന്നെ ഏട്ടനില്ലാത്തതുകൊണ്ട് ഇനി ഞാനായിരിക്കും ഫുൾ വ്ളോഗിങ് അല്ലേടാ. യൂട്യൂബ് ചാനൽ എന്റേത്. ഓ, നീ ഹെയ്റ്റിംഗ് ആണല്ലേ. അപ്പൊ ബ്ലാക്ക് X5 ഓർഡർ ചെയ്തിട്ടില്ല സാധനം? ജസ്റ്റ് ഇന്ന് പിക്കപ്പ്. ഓ, X7 അത് ജസ്റ്റ് പിക്കപ്പ് ചെയ്താൽ മതിയില്ലേ? ഓ, പൊളിക്കും അത്. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്, ഇന്നൊരു കിള്ളം വ്ളോഗ് ആയി. പിന്നെ റീൽസും വരുന്നുണ്ട്. ഇവന് ടെക് ഫ്ലീസ് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരു സെൻട്രൽ സി ലുക്ക് ആവാൻ താല്പര്യമുള്ളൊരു മൊയന്താണിത്. കൂടുതൽ ഇവിടുന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, കോപ്പറേറ്റ് അടിക്കും. ഇതിന്റെ പ്രൈസ് നിങ്ങൾ ഗസ് ചെയ്യുകയാണെങ്കിൽ വൈബ്സ് ഓൺ വ്ളോഗ് അല്ല വൈബ്സ് ഓൺ ചാനൽ നിങ്ങൾക്ക് ഗിവ് അവേ ചെയ്ത് വെച്ചിരിക്കും. അതൊരിക്കലും നടക്കുന്ന ഒരു സംഭവമല്ല. നീ ട്രൈ ചെയ്തോ? പക്ഷെ ഇപ്പൊ ഒരു ഗിവ് അവേ കൊടുത്തില്ലൂടാ, ഐഫോൺ. ആ, കൊള്ളടാ. ഇത് തിരിച്ചു വെച്ചോ? ഓ, അവൻ ഗൈസ് അങ്ങനെ പറഞ്ഞു. എനിക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞു. ഫുൾ കട ഞാൻ മേടിച്ചിട്ടേ പോകത്തുള്ളൂ. ഓ, എങ്ങനെയുണ്ട്? കത്തുന്നൈറ്റാണ്. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ജോർഡൻസ് ആൻഡ് റൊണാൾഡോ. കളഞ്ഞിട്ടാണോ നിനക്ക്? എടാ, ഇത് നീ ഇൻസ്റ്റഗ്രാമിൽ ക്ലിപ്സ് ഒക്കെ വരും, ചളിയടി ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു. നല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. ഇങ്ങനത്തെ വ്ളോഗ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പറയൂ, ഞാനിടാൻ നോക്കുന്നതായിരിക്കും. പിന്നെ കണ്ണട ഞാൻ വാങ്ങിയതൊന്നല്ല, വീണിട്ടതാണ്. ശരി. ഒരാള് പുറത്ത് പട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. എടാ, ഇവൻ എപ്പം നോക്കും എന്നിട്ടൊന്നും വാങ്ങൂലല്ല. അവനങ്ങനെ ഗൈസ്, അവൻ എല്ലാ വെബ്സൈറ്റിലും കയറിയിട്ട് ഒക്കെ ഫുൾ സാധനത്തിന്റെ ഡീറ്റെയിൽസ് വെക്കും, പക്ഷെ ഒന്നും മേടിക്കില്ല. ഗൈസ്, ആരാ ഔട്ട്ഫിറ്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം? ഇതാ, ഇത് ആര്യൻ, ആദി. ഇത് നമുക്ക് അറിയാവുന്ന ഒരാളാണ്, ശ്രീവിയസ്. പിന്നെ ഗൈസ്, ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് BMW വലിയൊരു ഇഷ്ടമില്ലാന്ന്. പക്ഷെ അതിന്ന് മാറിക്കിട്ടും. ഇവന്റെ വണ്ടി ഓടിച്ചാലും ജസ്റ്റ് അപ്പൊ തന്നെ മാറിയത്. എനിക്ക് നിന്റെ വണ്ടിയാന്ന് തോന്നുന്നു ആദ്യത്തെ BMW ഞാൻ ഓടിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്ളോഗിൽ പറഞ്ഞു ഇവന് M4 M3 ഭയങ്കര ഇഷ്ടമാണ്. കോമ്പറ്റീഷൻ മോഡൽ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് സാധാ BMW ഇഷ്ടമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം നിന്റെ X7 ഓടിച്ചിട്ടും പറയാം. അതിന്റെ ഒക്കെ റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ പറയാം, അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലേ. ഫാമിലി കാറാണ്. അതെ, പക്ഷെ ഇവർക്ക് റിവ്യൂ ആണെങ്കിൽ കുറെ വണ്ടികളുണ്ട് റിവ്യൂ ചെയ്യാൻ അല്ലേ. പിന്നെ ഇവന്റെ സൈക്കിളിന്റെ റിവ്യൂ വരുന്നതായിരിക്കും. ഇത് വേണമെങ്കിൽ ആൾക്കാർ ക്ലിപ്പ് എടുത്തോ. വിത്തിൻ 2 years ടൈം ഒരു M5 CS കൊണ്ട് ഞാൻ ഇങ്ങനെ പാർപ്പിക്കും. M5 ഓ CS നീ എന്താ ലെറ്റർ പറയാം, ABCD പറയാം. ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ ഗൈസ് കുറെ ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സ് ഇങ്ങനെ കളിയാക്കും, നമ്മളതിൽ തളരുന്നുണ്ട് ഗൈസ്. പിന്നെ വ്ളോഗ്സ് ഇമ്പ്രൂവ് ആവും. നമ്മളെ ഫസ്റ്റ് ടൈം ആണ് വ്ളോഗിങ്, അതുകൊണ്ട് തന്നെ കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മള് കാരണം എനിക്ക് ആര്യനും ക്യാമറയുടെ മുന്നിൽ ഇത്തിരി ഷൈ ആണ്. ഞാനും ഇത്രയും നാള് വ്ളോഗ് എടുത്തിട്ട് ഇപ്പാണ് ഞാൻ ശരിക്കും വ്ളോഗ് ചെയ്യുന്നത്. ഇത്രയും ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ട് കണ്ട. എന്നിട്ട് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന അതൊരു ഇതാണ്. എടാ, ഇവരെന്തൊക്കെയോ. ഓ, ഇവിടെ ഞാൻ ഇതുവരെ കയറിയിട്ടാ ബനാന റിപ്പബ്ലിക്. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഒരു ഐറ്റം സാധനമാണ്. ട്രൈ ചെയ്ത് നോക്ക്. ആ കളർ മതിയോ? ബ്ലാക്ക് മതി. ബ്ലാക്ക് അല്ലേ നല്ലത്. ഇവിടുത്തെ പ്രൈസ് വരുന്നുണ്ടോ ഗൈസ്? $60. അപ്പൊ നാട്ടിൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്ലെറ്റ് മോളാണ്. അപ്പൊ ഈ സാധനമൊക്കെ പൈസ കുറവായിരിക്കും. സാധാ ഒരു $80-90 ഉണ്ടാവും. $60 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ റേറ്റ് പറഞ്ഞിട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഇടാം. വലിയ ലൂസ് ഒന്നും ഇല്ലടാ. പക്ഷെ എൻ്റെ ഒരു സ്റ്റൈലിനല്ല ഇത്.
കുറച്ചുകൂടി ടൈറ്റ് എനിക്ക് ഇഷ്ടം. അങ്ങനത്തെ ഇഷ്ടം എന്നാ വേറെ നോക്കാം. അത് ഇടണ്ട, അത് കട്ട് ചെയ്തോ. ഇവിടുന്ന് പുറത്തിറങ്ങി ഗൈസ്, ബിക്കോസ് കിട്ടിയില്ല, കറക്റ്റ് ഫിറ്റിംഗ് അല്ല. ഇല്ല, നമുക്ക് ഗ്യാപ്പിലൊന്ന് കയറി നോക്കാം. ഇതിന് വേണ്ടത് എന്താ അറിയാം, ഈ ഒരു ടൈപ്പ് പക്ഷെ വൈറ്റ്, നീ ഇപ്പൊ ഇടുന്ന പോലത്തെ, നീ ഇപ്പൊ ഇടുന്ന ടീ പോളോ വേണ്ട പോലെ. പോളോ ഈ പാന്റിന്റെ ഒപ്പം അങ്ങനെ ചേരൂല്ലോ, ഒരു വൈറ്റ് ടീ ആയിരിക്കും രസം. ഓ ഔട്ട്ഫിറ്റ് സെൻസ് ഇല്ലവനാണെങ്കിൽ ഔട്ട്ഫിറ്റ് എടുക്കൂല. ഡോഗിനെ അവർ ഉള്ളിൽ കയറ്റി, അതൊരു അത്ഭുതമാണ്. അതെ, എപ്പം മൂത്രയ്ക്കുന്നതായിരിക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ, അങ്ങനെ പറയരുത് പ്ലീസ്. ഞാൻ ആക്ച്വലി ഒരു പാവാണ്. ഇതെങ്ങനെയുണ്ട്? നൈസാണ്, ക്ലീൻ സാധനം. ഇവൻ പക്ഷെ ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു കളിയാ. അല്ല അനുസരണയില്ല പക്ഷെ ഇവന് കിട്ടാൻ കുറച്ച് പാടല്ലടാ. അത് ശരിക്കും അത് വേണ്ടി വരും. എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് പാടല്ല സംഭവം കിട്ടാൻ. അത്ര ഇഷ്ടപ്പെട്ടല്ലേ നീ എടുക്കും. ഇവന്റെ ക്ലോസറ്റ് എന്ന് പറയുമ്പോ ഒരു 4-5 ട്രൗസർ ഉണ്ട്, ഒരേ കളർ ഉള്ളത്, ബ്ലാക്ക് തന്നെ, പിന്നെ ടീഷർട്ട് വൈറ്റും ബ്ലാക്കും ടീഷർട്ട്. ഇവന്റെ ഒരു യൂണിഫോം. ഞാനൊരു മോഡൽ സ്റ്റൈലിസ്റ്റ് ഒക്കെ ആണ്, ആരെങ്കിലും വേണമെങ്കിൽ എന്നെ ഹിറ്റപ്പ് ചെയ്തോളൂ. നമ്പറൊന്നും തരാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ ഹിറ്റപ്പ് ചെയ്യാനാടാ? ഇതല്ലേ കാർബൺ ഫൈബർ വെക്കണോ അതോ ബ്ലാക്ക്? ഗ്ലോസ് ബ്ലാക്ക് ആണ് എനിക്ക് താല്പര്യം. എടാ സംഭവല്ലേ, ഇത് ഏത് കളറാണ് പണ്ട് ഉണ്ടായത്? ഈ ഡോറിന്റെ ഇടയിലേക്ക് നോക്കാം, അപ്പൊ കളറ് ആ ഒരു ടൈപ്പ് കളറായിരുന്നു. നീ എന്തുകൊണ്ടാ കളർ മാറ്റാൻ ആലോചിച്ചേ? കളർ മാറ്റാൻ എല്ലാവർക്കും ഒരു ആഗ്രഹമായിരുന്നു. ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് എന്ന് പറയുമ്പോ ഒരു ക്ലീൻ സാധനം അല്ലേ. പിന്നെ കാർബൺ ഫൈബർ, ഇതിന്റെ റിവ്യൂ ശരിക്കും നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാല്ലേ. ഫ്രീ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സംഭവം ഓടിച്ചിട്ട് ഒരു വിഷയമാണ്. ഇതാണ് നമ്മുടെ മുത്തുമണി ഡോഡ്ജി ഗൈസ്. വേറൊരു വിഷയമുണ്ട്, ഇതിന്റെ ലിപ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടി, പക്ഷെ ഇപ്പൊ കാണാനൊരു രസമുണ്ട്. അതിന്റെ അടിയത്തെ ആ ഒരു ഭാഗം പോയി. ഇതിന്റെ മുന്നേ ഇവിടുന്ന് ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ചെറുതായിട്ട് മാത്രമായിട്ട് പൊട്ടി. നമ്മൾ 3 പേരും കൂടി പുറത്തായി. അപ്പൊ അങ്ങനത്തെ ഒരു സീനായോണ്ട് ഇപ്പോൾ ലുക്ക് ഉണ്ടല്ലോടാ. ഇതിന്റെ കളറൊന്ന് ശരിയാക്കി എടുത്താൽ മതി. നിന്റെ G-Wagon-ഇല്ലേ, അതിന്റെ ഒരു കളറാക്കിയാൽ വീട്ടിലെത്തിയിട്ട് ജസ്റ്റ് വണ്ടികളെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഫുൾ റിവ്യൂ ടൈപ്പ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ. നമുക്ക് റിവ്യൂ ഒക്കെ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം. എന്താ വെച്ചാൽ ഇനി സമയമില്ല. ഇവര് സിസ്റ്ററിനെ കൂട്ടാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീലർഷിപ്പ് പോകും, വണ്ടി എടുക്കുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഇവൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും ആയിട്ട് ഒന്ന് എടുത്തോണ്ട് പോകും. ഇന്ന് ഹുഡി. അതെ ഹുഡി കാണിച്ച എടാ, ഹുഡി കാണിച്ചു കൊടുക്ക്. മാസാവാൻ നോക്കിയതാ, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇടും. ഗരാജിലാണ്. അതെ, നമുക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. പിന്നെ മേ ബി ലേറ്റർ. ഓ, അപ്പൊ അത്രയും സ്കില്ലില്ല എനിക്ക്. എങ്ങനെയാണ് ഞാൻ ഇതൊന്ന് തിരിച്ചിടുന്നത്? ഇതാണ് മല്ലു കാർ സീൻ ഇൻ ഹ്യൂസ്റ്റൺ. ഇതിലും കിടിലം വണ്ടീസ് ഉണ്ട്. വേറെ ഏതൊരു ഇൻഫ്ലുവൻസറിന് ഒരു ലാമ്പോ ഉണ്ട്, ഏതാണെന്ന് എനിക്കറിയാം. ഹുർക്കാൻ അല്ലെങ്കിൽ അവൻറ്റഡോർ പുള്ളിയുടെ കയ്യിലുണ്ട്. പിന്നെ എന്തെങ്കിലും വണ്ടി ഓടിക്കുന്നത് അതൊരു ഇതാണ്. അപ്പൊ ഗൈസ്, ഇനി അടുത്ത പ്ലാൻ ജസ്റ്റ് നമ്മൾ ഇവന്റെ സിസ്റ്ററിനെ പിക്കപ്പ് ചെയ്യാൻ പോകും. അത് കഴിഞ്ഞിട്ട് ന്യൂ കാർ ഡെലിവറി. സോ വി ആർ ഡിപ്പാർച്ചർ. എന്ത് ചൂടല്ലോ. വണ്ടികൾ കാണണമെന്ന് ആഗ്രഹമുണ്ട് ആൾക്കാർക്ക്. അത് നമുക്ക് പിന്നെ വ്ളോഗുകൾ കാണിക്കാം. ഇന്ന് ഓൾറെഡി ഒരു വലിയ വ്ളോഗാണ് വണ്ടി എടുക്കുന്നത്. അപ്പൊ വെള്ളം കൂടി ആയാലും വ്ളോഗുകൾ വേറെ ഉണ്ടാവില്ല. അപ്പൊ ഓൺ ദ വേ ടു സിസ്റ്റർ. അവിടെ എത്തിയിട്ട് കാണാം, സ്കൂളൊക്കെ കാണിച്ചു തരാം. പ്രൈവറ്റ് സ്കൂൾ ഗൈസ്, ഇതൊന്നും നമ്മൾ ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജെന്യൂൻ ആയിട്ട് കുറെ ആൾക്കാർക്ക് ഇല്ല ചോദ്യങ്ങളായിരിക്കും ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജെന്യൂൻ ആയിട്ട് എല്ലാം കാണിക്കുന്നതാണ് കേട്ടോ. ന്യൂസ് റിപ്പോർട്ടർ പോലെ വേണമെങ്കിൽ പറയാം. അതെ, ഇവനാണ് നമ്മളെ ന്യൂസ് റിപ്പോർട്ടർ. അപ്പൊ പിന്നെ കാണാലോ ആദി. ഓക്കെ, ഇനി സ്പീഡ്. ദിസ് ഈസ് ആദി സ്കൂൾ. എന്റെ സ്കൂളാണ്. ഇന്ന് ഞാൻ വയ്യാത്തോണ്ട് പോയില്ല. പക്ഷെ ഇന്ന് അനിയത്തിനെ പിക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് നേരെ ഇനി വണ്ടി എടുക്കാൻ പോവാം. അപ്പൊ ഇനി വണ്ടി എടുക്കുന്ന സ്ഥലത്ത് കാണാം. ഓക്കെ ബൈ. സ്പോട്ട്. അച്ഛനും അമ്മേനും വെയിറ്റ് ചെയ്യാൻ. അവരിനി എത്ര സമയം എടുക്കും? 5 മിനിറ്റ്. ഞാനാണ് കേസ് ഓടിച്ചോണ്ട് വന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇവന് ലേണേഴ്സ് പെർമിറ്റ് പോലും ഇല്ല. 15 ആകുമ്പോൾ പെർമിറ്റ് കിട്ടും. 15 ആകുമ്പോൾ പെർമിറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് 16 6 മാസം നമ്മുടെ പെർമിറ്റ് കയ്യിൽ വെക്കണം.
പിന്നെ ടെസ്റ്റിന് പോകണം. പിന്നെ 16 ആകുമ്പോൾ നമുക്ക് ടെസ്റ്റിന് പോവാം. പക്ഷെ അതിനൊക്കെ മുമ്പ് നമ്മൾ 6 മണിക്കൂർ ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്. ഈ മണ്ടൻ ഇത്ര ദിവസമായിട്ട് ചെയ്തിട്ടില്ല, എന്താന്ന് എനിക്ക് അത് അറിയില്ല. ഗൈസ് അതിലൊരു റീസൺ ഉണ്ട്. M3 കോംപ് നിന്റെ ഒരു ഡ്രീം വണ്ടി ഏതാന്ന് പറഞ്ഞ M5 ഗൈസ്. M5 CS അല്ലേ? ഇത് മറ്റേ മിനി കൂപ്പർ ഷോറൂം സൈഡിലുണ്ടല്ലേ ഗൈസ്. ഇതിന്റെ ബ്ലോഗ് വേണമെങ്കിൽ പറഞ്ഞേക്ക് ഞാൻ. എല്ലാത്തിന്റെ ബ്ലോഗ് വേണം. ഇതൊന്ന് വ്യത്യാസം ലോഗോ ഞാൻ പറഞ്ഞെങ്കിൽ ഗ്രാബസ് ഒക്കെ പറയുന്ന പോലെ മാത്രമല്ല അതിന്റെ പെർഫോമൻസ് കൂടിയിട്ടുണ്ട്. ഇതിന് എത്ര ഹോഴ്സ് പവർ? ഇപ്പൊ നോർമൽ X7 400 സംതിങ്, ഈ ആൽപീനക്ക് 600 ഹോഴ്സ് പവർ. ഓ അപ്പൊ ഡബിൾ ഓൾമോസ്റ്റ് ഉണ്ടല്ലേ. പിന്നെ അതിന്റെ റിംസ് അതിന്റെ ഇതാണ്. റിംസ് കൊള്ളാം. ഓ ഇതില് BMW ലോഗോ ആകെ ഫ്രണ്ടിലും ബാക്കിലും ഇല്ലോ അല്ലേ? അപ്പൊ ഇതിന് എത്ര റേറ്റ് ആവും? ഇതിന് 150 എന്തോ. അതിന്റെ താരം കണ്ട ആൽപ്പീന. കൊള്ളാം. അവന്റെ അച്ഛനെത്തി എന്ത് G-Wagon. അതൊരു കത്തുന്ന വണ്ടിയാണല്ലോ. അതൊരു കത്തുന്നതാണ്. ഞാൻ ആക്ച്വലി ഇതുവരെ G-Wagonന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഓടിച്ചിട്ടില്ലേ? നീ ഓടിച്ചാ? പിന്നെ ഇവനും G-Wagon മാച്ചിങ് ആണ്. G-Wagonന്റെ അടുത്തോട്ട് ഞാൻ പോവാണ്. ശരിക്കും നമുക്ക് ഇവിടെ നിർത്തായിരുന്നല്ലടാ. പ്ലീസ് ഗോ പാർക്ക് ദ കാർ. ഗൈസ് വണ്ടി കുറച്ച് ദൂരം പാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മാറ്റിയെടുത്താൻ പോയിട്ടുണ്ട്. വണ്ടി അവിടെ ഉണ്ട്, പക്ഷെ ഇയാള് ബോക്കെ സെറ്റ് ചെയ്തിട്ട് അമ്മേനെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ വണ്ടി ഉണ്ടല്ലേ? എങ്ങനെയുണ്ട്? അതല്ലേ സംഭവം അവിടെ ഉണ്ട്, ഇപ്പൊ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് വണ്ടി? നിനക്ക് ഇഷ്ടപ്പെട്ടാ? വണ്ടി ബ്ലാക്ക് ആണ് പുറത്ത്. പ്രഷർ കാണിച്ചു കൊടുത്താലോ? സോ ഗൈസ് ഇതാണ് നമ്മളെ വണ്ടി. ഏതാണ് വണ്ടി? X7 അല്ലേ? ഇന്റീരിയർ ഇതാ ഒരു പീനട്ട് ടൈപ്പ് ഇന്റീരിയർ കളർ. വണ്ടി കൊള്ളാം. ഇനിയിപ്പോ ബോക്ക് ഇടും. വണ്ടിയിൽ ബോക്ക് ഇട്ടിട്ട് കുറച്ച് ലുക്ക് ആക്കിയിട്ട് നമുക്ക് തമ്മിലൊക്കെ എടുക്കാം. ഓക്കെ. ക്ലിപ്സ് എല്ലാം കുറച്ച് റാൻഡം ആണെന്ന് എനിക്കറിയാം ഗൈസ്. ഇത് വ്ളോഗ് എടുക്കുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് റീൽസും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. പക്ഷേ എനിക്ക് സാധനങ്ങളൊക്കെ വിചാരിച്ച പോലെ കിട്ടും, അത് വേറെ കാര്യം. സംഭവ ബോക്ക് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. വണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓ ലോക്കാടാ, കാണിക്കാൻ പറ്റില്ല ചമ്മി. സംഭവം സർപ്രൈസ് ആയല്ലേ? പൊളിയായിരുന്നു അത്. സംഭവം സർപ്രൈസ് ആയി ഗൈസ്. അതെ, കണ്ണൊക്കെ പൊത്തിട്ടുണ്ടെന്ന്. അവർ കുറച്ച് ക്യാമറ ഷൈ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വണ്ടിയൊക്കെ കണ്ടല്ലോ, അത് മതിയില്ലേ? ഹാപ്പി അല്ലേ? ഡെലിവറി കഴിഞ്ഞു. ഹൗസ് സ്പെക് നമുക്ക് വണ്ടിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? അവിടെ നീ ഡ്രൈവർ സീറ്റ് കയറും. ലോക്കാണല്ലേ? ഈ ഒരു വണ്ടിയിൽ വെറുതെ ഒന്ന് കയറി ഇരുന്ന് നോക്കിയതാ. എടാ എങ്ങനെയുണ്ട് സാധനം? ഇതൊരു പൊളി സാധനം അല്ലേ? എടാ ഇതിൽ HDMI കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പ്ലേ സ്റ്റേഷനൊക്കെ കണക്ട് ചെയ്തിട്ട് എടാ ഡോറിന്ന് തുറന്ന് കാണിച്ചു കൊടുത്തേ. സ്മൂത്ത്. ഇത് ഏതാ വണ്ടി? ഇത് 760 അല്ലേ ഗൈസ്? ഇതിന്റെ നാട്ടിലത്തെ പ്രൈസ് എത്രയാടാ? നാട്ടില് 2 കോടിയുടെ മുകളിലാവുന്നുണ്ട്. നമ്മൾ ചോദിച്ചപ്പോ എന്തോ 220 അങ്ങനെ എന്തോ. നാട്ടിലെടുക്കാൻ ചെറിയൊരു പ്ലാൻ ഉണ്ടല്ലേ? പ്ലാൻ ഉണ്ട് ഗൈസ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് എന്റെ കൈ അടയ്ക്കില്ലേ നോക്കേ. ഓ നിനക്ക് അത്രയും ധൈര്യം ഉണ്ടാ? BMW മേടിക്കില്ല, ഇത് ബാഡാണ്. സൂയാനുള്ള വീഡിയോ ഇട്ടി പിള്ളേർ നിന്നെ പൊങ്കാലി ഇടും. ഞാൻ അങ്ങനെ ഒരു വട്ടം പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് കേൾക്കുന്നുണ്ട്. അടുത്തത് XM. പ്ലീസ് ഗെറ്റ് ഇൻ ദ പാസഞ്ചർ സീറ്റ്. ഞാൻ ഓടിക്കാം. സോഫ പോലെയാണ്. ഇതില്ലേ നൈറ്റ് വൈബ്, ഒരു ചിൽ പാട്ടൊക്കെ ഇട്ടിട്ട് പോകാൻ എന്ത് മൂഡായിരിക്കും. ഈ ലൈറ്റ് ഒക്കെ ആയിട്ട് ആംബിയന്റ്. പിന്നെ ഇത് GTA 5 പോലെ നമുക്ക് ഓടിക്കാം. അതിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയ ക്യാമറ. ക്യാമറ ഉണ്ടോ? അത് നൈസ് വൈബ് ആണല്ലേ? ഞാൻ ഷോട്ട് എടുക്കാൻ തരും. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. BMW ലവറായി മാറുന്നുണ്ട് ചെറുങ്ങനെ ബിക്കോസ് ഓഫ് ദിസ് ഗായ്. ഗൈസ് ഈ മുകളിലത്തെ റൂഫ് നോക്ക് ഗൈസ്. ഓ നോക്ക്, നമ്മൾ ഈ ഗൈസ് അത് വ്ളോഗിന്റെ ഒരു ഇതാണ് ഗൈസ്. എടാ ഈ കളർ ഒന്ന് മാറ്റി നോക്കി. കളർ മാറ്റണല്ലേ? ഓ കത്തി, അതൊരു പീസ് ഐറ്റം. ലൈറ്റിംഗ്. ഓ മിന്നു പോവാ. ഒരു ഗ്രീൻ വൈബ് ഇട്ടാ. ഓ എത്ര കളർ ഇട്ടണം. ഗ്രീൻ എമറൽഡ്. എക്സ്പ്രഷൻ ഇട്ട്. ഓ അടുത്ത വണ്ടി ഗൈസ്, ലെറ്റ്സ് ഗോ. എനിക്ക് അതിലാണ് ഇരിക്കേണ്ടത്. എടാ ഇതൊരു പീസ് ആയിട്ടായിരിക്കും. ഞാൻ ഡ്രൈവറാണോ അതോ നീ ഓടിച്ചോ? XB7 ഇതിൽ കയറി നോക്കാം നമുക്ക്. ഇത് ആൽപ്പിന. എടാ ഇത് പക്ഷേ കുറച്ചുകൂടി സ്പോർട്സ് പാക്കറ്റ് ടൈപ്പ് വണ്ടിയല്ലേ? ഇത് പെർഫോമൻസ് ബേസ്ഡ് അല്ലേ? ഗൈസ് ഇതൊരു 600 ഹോഴ്സ് പവർ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വണ്ടി ഒന്ന് കത്തിക്കുന്ന ആൽപ്പീന ഇന്റീരിയർ വലിയ ഇതില്ല അല്ലേ? ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ്. ഒരു 7 സീറ്റർ അല്ലേ? നോർമൽ X7 പോലെയാണ്. ഡിഫറൻസ് ഇതെന്താടാ? ബാറ്ററി ലോ ആയി.
ചാർജ് ചെയ്യണം. എന്താണ് ശ്രീ നീ കാണിക്കുന്നത്? ആംബിയൻസ് കമോൺ ലൈറ്റിംഗ് അതാ എല്ലാരും നോക്കുന്നടാ, എല്ലാവരും ആരോ ഓടി വരുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ ഓടി വന്ന് ഇവിടെ ഇരുന്നു. വാട്ട്സ് ഗോയിങ് ഓൺ? ഓ ഗൈസ്, ഇനി കൂടുതൽ വണ്ടി കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലേ? വണ്ടി കാണാൻ എനിക്കൊരു ബോർ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും ഇനി ഫുഡിങ് ആയിരിക്കും. അത് ചിലപ്പോ വ്ളോഗ് എടുക്കും, അറിയില്ല, ഉറപ്പില്ല. ഒരു മാസം ലുക്ക് ഉണ്ടല്ലോ ഇതിനെ കാണാൻ. വണ്ടി ഏതാണല്ലേ അത്? ആ ചുവപ്പ് 3 എടാ ഡോഡ്ജ് കൂടെ ആക്കാണല്ലേ ജീവാങ്കന്റെ. ഡള്ളായിട്ടുണ്ട്. ബാക്ക് ഞാൻ കാണിച്ചു തരാം. വേണ്ട, സംഭവം ഒരു രക്ഷയില്ലേ. എടാ ഡ്രൈവർ ഇല്ലാണ്ട് വണ്ടി ഓടും, അതൊരു ഇതാണല്ലേ. ആദ്യം ഫോൺ കൊണ്ട് ഓടിക്കാൻ എനിക്കറിയത്തില്ല. ഒന്നും ആലോചിച്ച നമ്മള് സബ്വേ സർഫേസ് കളിക്കുന്ന പോലെ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് ഇവൻ എന്താ ഗൈസ് വണ്ടിന്റെ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. താങ്ക്സ് ബഡി. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? ഇതാണ് സ്റ്റിയറിംഗ് വീൽ. ഓക്കെ, ഫോണിലാണല്ലോ എല്ലാം ചാവിയും കാര്യങ്ങളൊക്കെ. ചാവി നമ്മൾ ഫോണിൽ കണക്ട് ചെയ്തു. അപ്പൊ ഇതിപ്പോ സ്റ്റാർട്ട് ആക്കിയാലും സ്റ്റാർട്ട് ആവും. സ്റ്റാർട്ട് ആവണ്ടാണ്. സ്റ്റാർട്ടായി. സംഭവം കൊള്ളാല്ലേ. മാപ്പും വന്നു. ബ്രോ ബാക്കിത്തെ സീറ്റ്സ് കംഫർട്ട് എങ്ങനെയുണ്ട്? ഓ ഇവന് ആറ്റിറ്റ്യൂഡ് ഇട്ട്. ശരിക്കും ഈ വണ്ടി എന്തിനാ എടുത്തത് നിങ്ങളിപ്പം? അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. നമുക്ക് വേണ്ടിട്ട് എന്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് ഇരുത്താൻ ഒരു 7 സീറ്റർ വേണം, സീറ്റർ ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി ആയിട്ട് എടുത്താണ്. നല്ല വണ്ടിയല്ലേ? നൈസ് വണ്ടി ഗൈസ്. ഇതാണ് നമ്പർ പ്ലേറ്റ് 0009. എടാ ലോക്ക് ചെയ്യല്ലടാ, അവന് പുറത്തിറങ്ങുമ്പോ ഒച്ചയാവും. ഇതാണ് നമ്പർ പ്ലേറ്റ്, കസ്റ്റം നമ്പർ പ്ലേറ്റ് അല്ല ഇത്. 0009 എന്ന് പറയുമ്പം ലക്കി ആയിട്ട് കിട്ടിയതാണ്. പക്ഷെ നൈസ് നമ്പർ ആണല്ലേ. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ചിലപ്പോ കസ്റ്റം പ്ലേറ്റ് ഇടും അല്ലേ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പം ഇവര് ഇവന്റെ വീട്ടിലല്ലേ സ്റ്റേ? ഞങ്ങളുടെ ഈ കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവരങ്ങ് എടുത്തു. ഓക്കെ, അപ്പൊ ഗൈസ് എല്ലാവരും ഇൻസ്റ്റഗ്രാമൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾ എല്ലാവരും പോയി ഫോളോ ആക്കി. പിന്നെ വേറൊന്നും പറയാനില്ല, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, പീസ്.